ഹലോ വെൽക്കം ബാക്ക്. ഒരു ഇച്ചിരി നീളമുള്ളൊരു വ്ളോഗായിട്ടാണ് വന്നത്. വേറൊന്നുമല്ല, സവാതി ബീച്ചിലേക്ക് പോകുന്നൊരു വ്ളോഗാണ്. അപ്പം ഞങ്ങളിവിടെ നിന്ന് കയറി ചായ കുടിച്ചിട്ട് നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഒരു മസാലയൊക്കെ ഉള്ളൊരു ചായയാണ്. പിന്നെ കൂടുതൽ ചെറിയൊരു കടി, ഒരു പഴംപൊരിയും. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ സവാതി ബീച്ചിലേക്കുള്ള യാത്രയാണ്. സവാതി അങ്ങനെ തന്നെ മോളെ അവരുടെ കൂടെ കേടി അവർക്ക് പിന്നെ കൂട്ടുകാരി കിട്ടിയ പിന്നെ നമ്മളൊന്നും വേണ്ട. ഇത് വൈകുന്നേരം ആയിരിക്കും സീന്. രണ്ടെണ്ണം കരച്ചിലായിരിക്കും. ഇല്ല, ഫ്രണ്ട് ആറ്റൊക്കെ കൊടുത്ത് നമുക്ക് വിഷയം ഉള്ളത് അതോ അത് ഫോഡ് മസ്താങ് അമലത്തോ കണ്ട കാറിനുള്ളിൽ അമലത്തിനെ കണ്ട അമലത്തിനെ എന്ത് വഴി കാണിക്കുന്നൊക്കെ. ആ സൂപ്പർ ചായ ആയിരുന്നു. നല്ല ഇതില് വീഴത്തില്ല വീഴത്തില്ലടി. ബ്ലൂ അല്ല, ഈ പുറത്ത് കഴിയട്ടെ. ഇല്ലമ്മേ, മൂന്നറിയാണോ സ്ഥലം കണ്ടു പോന്ന. ആ എനിക്ക് പേടിയത്. ഉണ്ട്, ആളുണ്ട്, മനുഷ്യരാണ്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം ആഴമില്ല. അതായത് അവിടെയും ഇവിടെയായിട്ടൊക്കെ കുറച്ച് മലകളൊക്കെ ഉണ്ടല്ലേ, അത് കാരണം ആർക്കും എനിക്കറിയില്ല. എന്തായാലും ആഴമൊന്നുമില്ല, സേഫാണ്. വലിയ കുഴിയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ ബീച്ച് എന്ന് പറയുമ്പോഴത്തേന് കുറച്ച് ഭാഗത്തല്ല നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് കുറച്ചുകൂടെ അങ്ങ് ഇറങ്ങാൻ പറ്റും, പേടിക്കാനൊന്നുമില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെളിയൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ കുഴപ്പമൊന്നുമില്ല. അതാ ഈ ശംഖുകളിലൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞ്, ആ ഈ ഷെൽസിലൊക്കെ ജീവനുണ്ട് കേട്ടോ. ജീവനുള്ള സാധനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. ഇത് കണ്ടോ, ഇതിൽ ഒരു ശംഖിൻ്റെ അകത്ത് എന്തോ ഒരു ഞണ്ടോ എന്തോ കയറിയിരിപ്പുണ്ട്. അതിനെ ഇളക്കാനായിട്ട് കുറേ നേരം കൊണ്ട് ശ്രമിക്കുന്നുണ്ട് ആൾ. ഈ പിള്ളേരൊക്കെ കഷ്ടം ചില സമയത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കിസ്മത്ത് പണി. അത് അമ്മ പറഞ്ഞു കേൾക്കാം, ചേട്ടൻ അമ്മ പറഞ്ഞു കേൾക്കാം, കുഞ്ഞിലേ പോലെ ഇങ്ങനെയൊക്കെയുള്ളൊരു കിസ്മത്ത് പണിയൊക്കെ ഉള്ള ആളാണെന്ന്. അപ്പോൾ പുള്ളി അതിനെ എങ്ങനെയും പുറത്തിറക്കണം. അതിന് മണ്ണിൽ വെക്കുന്നു, വെള്ളത്തിൽ വെക്കുന്നു, അങ്ങനെ ഇങ്ങനെ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതാനാ മോൻ അത് പുറത്തിറങ്ങിയിട്ടില്ല. ഞങ്ങൾ പോകുന്ന വരെ അത് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇറങ്ങിക്കാണുമായിരിക്കും. അപ്പം നമ്മളിങ്ങനെ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് കുറേ കുട്ടികളൊക്കെ കുറേ വെള്ളത്തിൽ കളിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചു വന്നത്. പക്ഷെ അത് വരെയൊന്നും അന്നേരം ഞങ്ങൾ പോകുന്ന വരെ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന സാധനം തോന്നുന്നു. പക്ഷെ ഇറങ്ങിയില്ല ഈ സാധനം. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ കയ്യിലൊക്കെ പിടുത്തം കിട്ടിയായിരുന്നു. അതിങ്ങനെ ജസ്റ്റ് എൻ്റെ കയ്യോ കാലാണ്ട് കാണിച്ചപ്പോഴത്തേന് അതേ പിടിച്ച് വെച്ചിട്ട് വിടത്തില്ല. നീ ഇറങ്ങി വാടാന്ന് അതിനോട് പറയുന്നു, ഞാൻ വിടൂല്ലെന്ന് ഇവിടെയും പറയുന്നു. പിടിച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനത്തെ ഇതെല്ലാം തറയുടെ സൈഡിലാണ് കേറിയിരിക്കുക. ഇത് ഞാൻ യൂട്യൂബ് കണ്ട് കഴിച്ച വീഡിയോയില് ഇതിങ്ങനെ വേവിച്ചിട്ടേ ഇതിന്റെ ഉള്ളിൽ നിന്ന് തോണ്ടിയെടുക്കും. ഇതില്ലേ തോണ്ടിയെടുക്കും, ഒരു ഇത് വെച്ചിട്ട്. ഇതിന്റെ വലുതും കാണുമായിരിക്കും, ഇതൊക്കെ ചെറുതായിരിക്കും. ഇതിന്റെ വലുതാണ് കണ്ടത്. ഒന്ന് അടിച്ചു ഫോണിൽ നത്തയ്ക്കാം. പിടിച്ചു പറിക്കണം ഇതിനെ വരണമെങ്കിൽ. പിന്നെ വെക്കുവോ ഇത് പൊട്ടുന്നില്ല, ഭയങ്കര ഉറപ്പത് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു കട്ടെടുത്ത് വെക്ക്, അത് വെക്ക്.
അതൊരു കട്ടെടുത്തിട്ട് ഇടിച്ചിട്ട് ഇതിനുള്ളിലൊരു ഇറച്ചി ഉണ്ട്. അമ്മ ഇതൊന്ന് പൊട്ടിച്ചമ്മ. അമ്മ എങ്ങനെ ഒട്ടിക്കാനമ്മ? അമ്മ ശക്തിയൊക്കെ ഉണ്ട്, കാണുന്ന പോലെ ഒന്നുമല്ല. ആണോ? ഇതുണ്ടോ? ഇതുണ്ടോ? ഇറച്ചിരിക്കുന്നു. ഇപ്പഴത്തുണ്ടോ? ഇതുണ്ടോ? ഇത് കറി വെക്കുന്നതാ. ഇത് കറി വെക്കുന്ന സാധനം. അത് കറി വെക്കുന്നതാ. അതാ പറിച്ചോണ്ട് പോയിരിക്കുന്നത്. മൊത്തം പറിച്ചോണ്ട് പോയി. ഇത് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നേക്കാം. ഇതാ ഇനി ഇതാ കാണിച്ചു തരാം. ഇതാ ഇറച്ചി. ഇതൊന്നും ഞാൻ ഇത്രയും പ്രൂവ് ചെയ്യാൻ അക്ഷയനൊന്ന് പൊട്ടിച്ചിട്ട് കൊണ്ടോട്ടെ. അല്ല ഇതിന്റെ പേര് വേറെ. ഇത് കല്ലുമ്മക്കായ് പോലെ തന്നെ പോലെ ഇതിന്റെ ടേസ്റ്റ്. എന്തോ അതെല്ലാം ഇറച്ചി ഉണ്ട് കേട്ടോ. ഇറച്ചി വേണ്ടേ? ഇതല്ലോ ഇതും അങ്ങനെ ഇതിന്റെ ഉള്ളിലാണുള്ളത്. ഇതിന്റെ ഉള്ളില് ഇതല്ല, ഇതുണ്ടോ വെക്കുന്നതാ. ഇതിന്റെ ഉള്ളിൽ ഇതാ ഇറച്ചി നോക്ക്. ഉച്ചിക്കണ്ട ഇറച്ചി. കക്ക പുറത്തൊരു ഞങ്ങളുണ്ടോ? അതാ മറ്റേ നത്തേക്ക മണ്ണ. നീ മുങ്ങിട്ടോ? ഇത് എന്ത് പാടാ ആദ്യം? ഇത് തെള്ളിട്ടോ പുള്ളിക്കാന്ന്. വാവ്, ചക്ര വെച്ചിട്ട് പോണ ഹായ് കാണിച്ചേ. പിന്നെ ഇതൊക്കെ ഫ്ലൈറ്റിൽ പോകുന്ന വെട്ടവാ. അറിയാമോ? ഫ്ലൈറ്റിൽ പോകുമ്പോ നമ്മള് കാണുന്നില്ലേ ഫ്ലൈറ്റിൽ നിന്ന് മേളിൽ ഫ്ലൈറ്റിന്റെ മേലെ കാണുന്ന വെട്ടാ ഇത്. നമ്മള് കണ്ടില്ല അന്നേരം പോകുമ്പോ അച്ചോടെ നിക്കുന്നല്ലേ? ഇവിടെ അങ്ങോട്ടായിരുന്നു അച്ഛപ്പ എന്നല്ലയോ? പിന്നെ ഇവിടെ ആയിരുന്നു. അവിടെ കാണത്തുള്ളൂ. അതല്ലേ കാണാൻ പറ്റില്ല. നിങ്ങൾ കാണത്തില്ല, എനിക്കേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് അത്തരമുള്ള കണ്ണിന്റെ കാഴ്ച കുറവാണ്. കാഴ്ച കുറവുണ്ട്. അങ്ങനെയല്ല, എന്റെ ആമിമോ അച്ഛൻ കാണാനുള്ള ഒരു കഴിവുണ്ട്. എവിടെ നിന്നും ഇല്ലേ പെട്ടെന്ന് അച്ഛൻ മനസ്സിലാവും. അച്ഛൻ ഇപ്പൊ യുഎസിലാണെങ്കിൽ ആമി ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അച്ഛയുടെ ലൊക്കേഷൻ നമുക്ക് അറിയാൻ പറ്റും. നീ എങ്ങനെയാണ് വണ്ടിയുടെ പേരെല്ലാം പഠിച്ച്? എങ്ങനെ പഠിച്ചതെന്നറിയത്തില്ല. ഒരു മരപ്പടി വണ്ടിയെല്ലാം കാണുമ്പോ പറയാം പൂപ്പനെയും മുത്തുവാമനെയും ഒക്കെ കൂട്ട് അവര് നെക്സ്റ്റ് ഇതായിരുന്നു. എന്ത് പിടിക്കാൻ? അല്ല അല്ല എന്റെ ചെവി കാണുന്നു. ആണോ? ഒന്നുകൂടെ ഇപ്പൊ പാടി ഇതാണ് ടണൽ. എന്താണ് ടണല്? ടണല് ടണല്. അവിടെ ചെവിയാണ്. വെള്ളം മെഴുകിയോ? ഇപ്പൊ ചെവി തുറന്നോ? ഇത്രയുള്ള കാര്യം. ജ്യൂസ് കുടിക്കാം. ശരിയാ. കരുതില്ലേ?